ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞത് ബാങ്കിങ് ആണ്. ബാങ്കിങ് എന്ന് പറയുമ്പം എല്ലാവർക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ് ബാങ്കിങ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ടാക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. ടാക്സ് കേട്ടിട്ടുണ്ടാവും. പ്രാഥമിക സഹകരണ ബാങ്കുകൾ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾ. അവരെടുക്കുന്ന ചെറിയ ചെറിയ തുച്ഛമായ ഡെപ്പോസിറ്റുകൾ വാങ്ങി. അപ്പോൾ 1904 റോബർട്ട് ഓവൻ ആണ് സഹകരണ സംഘം കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് വായ്പ ലഭിക്കുകയും അതുപോലെ തന്നെ വായ്പ കൊടുക്കുകയും അതുപോലെ തന്നെ നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക സഹകരണ സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സഹകരണ തത്വങ്ങൾ 7 തത്വങ്ങളുണ്ട് നമുക്ക്. സഹകരണ തത്വം എന്ന് പറഞ്ഞാൽ 7 തത്വങ്ങളാണ് ഉള്ളത് നമുക്ക്. അത് തത്വം 1 സ്വമേധയാ തുറന്നതുമായ അംഗത്വം, അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പറയുമ്പോൾ കുറേ പറയാനുണ്ടാവുക തത്വങ്ങൾ. അപ്പോൾ ആ തത്വങ്ങൾ എന്നത് പറയുന്നത് ജനാധിപത്യ നിയന്ത്രണം ഉള്ളതും തുറന്നതുമായ അംഗത്വം, ജനാധിപത്യ നിയന്ത്രണം, അങ്ങനെ തുടങ്ങി 7 കുറേ സമയമെടുക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ തത്വങ്ങൾ ഉണ്ടാക്കി? പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് നമ്മുടെ സഹകരണ മേഖല ആ ബാങ്കിൻ്റെ ഉന്നത പരമാധികാരം മെമ്പർമാർക്കാണ്. എ ക്ലാസ് മെമ്പർക്ക്. അവർക്ക് വോട്ടവകാശമുണ്ട്. അങ്ങനെ ഓരോരു മെമ്പർഷിപ്പ് മാഷേ, ഇൻ്റർവെല്ലിന് സമയമായി. ആ ഇൻ്റർവെല്ലിൻ്റെ ബെല്ല് കൊടുക്കല്ല. മാഷ് അർജൻറ്റായിട്ടൊന്ന് ക്ലാസ് റൂമിലേക്ക് വരണം. അതായത് ഒരു മോശം ഒരു സിറ്റുവേഷനിൽ കാണുന്നുണ്ട് പുറത്ത്. അപ്പോൾ മാഷ് അർജൻറ്റായിട്ട് വരണം ഇങ്ങോട്ടേക്ക്. എടാ, സ്ഥലം മാറിപ്പോയി. ഇത് ക്യാമ്പസ് വേറെയാണ്. നിന്നെ കൊണ്ടുപോകാൻ ആൾ വരുന്നുണ്ട്. അവർ നിന്നെ കൈകാര്യം ചെയ്തോളും. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സാറിൻ്റെ ഈ ക്ലാസ്സിന് എടുക്കുന്ന ഇടയിലും ഒരു നിമിഷത്തെ ശ്രദ്ധ കൊണ്ടാണ് ഈ ക്യാമ്പസിലെ ഇങ്ങനെ ഒരു ലഹരി മാഫിയയെ പിടികൂടാൻ വേണ്ടി സാധിച്ചത്. ഇതുപോലെ എല്ലാ വിദ്യാലയങ്ങളെയും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മഹാവിപത്തായ മയക്കുമരുന്നിനെ നമുക്ക് ഇവിടെ നിന്ന് തുടച്ചു മാറ്റാൻ സാധിക്കുമായിരുന്നു.